കൊല്ലൂര് മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടെങ്കിലും പോകുന്ന വഴിക്കുള്ള ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ ആരും പോയിട്ടുണ്ടാവത്തില്ല. ഒരു അടിപൊളി കുഞ്ഞി അമ്പലമാണ്. അപ്പൊ നമുക്ക് ഈ അമ്പലത്തിലേക്കും കൂടി ഒന്ന് പോയിട്ട് വരാം. ഏകദേശം 250 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. ഒരു 11 മണി ആവുമ്പോഴെങ്കിലും അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ടാർഗറ്റ് ആ കുഞ്ഞമ്പലാണ്. ഹായ്, നമ്മളിപ്പോൾ ഇതാ കൊല്ലൂർ പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ ഇതാ ബാക്കിൽ നിങ്ങൾക്ക് കൊല്ലൂരേക്കുള്ള എൻട്രൻസ് ഗേറ്റ് കാണാം. ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്ററിനകത്ത് മാത്രമേ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദൂരം. ഇത് വനപ്രദേശം തന്നെയാണ്. ഇവിടെ നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് കെട്ടിയ തൊട്ടിലും മണിയൊക്കെയാണിത്. അവിടെ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇനി മൂകാംബികയിലെത്തിയെങ്കിൽ ക്യൂ നിൽക്കാതെ രക്ഷപ്പെടാം. ഇത്രയും തിരക്കാണ്. അത്രയും തിരക്ക് കണ്ടിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറിയപ്പോൾ ഇതാ ദേവീനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതാണ് കണ്ടത്. അപ്പൊ ക്യൂ നിൽക്കാതെ തന്നെ പുറത്തുനിന്ന് ദേവിയെ കണ്ടു. എന്നാൽ അകത്ത് കയറി ഒന്ന് കാണണമല്ലോ. പ്രീമിയം ടിക്കറ്റ് എടുത്ത് കയറിയത് കൊണ്ട് വലിയ ക്യൂ നിൽക്കാണ്ട് അകത്ത് കയറി ദർശനം നടത്താൻ പറ്റി. ഇതവിടുത്തെ രഥമാണ്. ഇതൊക്കെ പണ്ട് എന്നെ എഴുതിപ്പിക്കാൻ വന്നപ്പോൾ കണ്ട ഓർമ്മയുള്ളൂ എനിക്ക്. അപ്പോൾ അകത്തുനിന്ന് കാണാൻ പറ്റിയതിലും നന്നായിട്ട് പുറത്തുനിന്ന് ദേവിയെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റി, തൊഴാൻ പറ്റി.